റിയൽ ലൈഫ് ബേസിക് ഇംഗ്ലീഷ് കോൺവെർസേഷൻ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റിയൽ ലൈഫിൽ നമ്മൾ സംസാരിക്കാറുള്ള ചില എക്സ്പ്രഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്നെ കണ്ടിട്ട് എത്ര നാളായി? ഹൗ ലോങ് ഹാവ് ഐ സീൻ യു? ഹൗ ലോങ് ഹാവ് ഐ സീൻ യു? നിന്നെ കണ്ടിട്ട് എത്ര നാളായി? അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ലോങ് സിൻസ് ഐ മെറ്റ് യു. ലോങ് സിൻസ് ഐ മെറ്റ് യു. നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നെക്സ്റ്റ് വൺ, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. യു സ്കേർഡ് മീ. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. യു സ്കേർഡ് മീ. അതുപോലെ നീ എന്തിനാണ് കിതയ്ക്കുന്നത്? നീ എന്തിനാണ് കിതയ്ക്കുന്നത്? നീ ഓടിയോ? വൈ ആർ യു പാൻറ്റിങ്? ഡിഡ് യു റൺ? അതുപോലെ തന്നെ നീ അവളെ പരിചയപ്പെട്ടോ? നീ അവളെ പരിചയപ്പെട്ടോ? ഡിഡ് യു മേക്ക് അക്വൈൻറ്റൻസ് വിത്ത് ഹെയർ? ഡിഡ് യു മേക്ക് അക്വൈൻറ്റൻസ് വിത്ത് ഹെയർ? അവളുടെ കാര്യം പോക്കാണ്, അല്ലെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. എങ്ങനെയാണ് അത് പറയാൻ കഴിയുക? ഷീ ഈസ് റൂവൻറ്റ്, അതല്ലെങ്കിൽ ഹീ ഈസ് റൂവൻറ്റ്. അവൻ്റെ കാര്യം പോക്കാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ അലഞ്ഞു തിരിയുന്നത്? അതല്ലെങ്കിൽ ഇവിടെ കിടന്ന് എന്തിനാണ് നിങ്ങൾ കറങ്ങുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? വൈ ആർ യു ലോയ്റ്ററിങ് അബൌട്ട് ഹിയർ? നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? വൈ ആർ യു ലോയ്റ്ററിങ് അബൌട്ട് ഹിയർ? നെക്സ്റ്റ് വൺ, നിനക്ക് എന്താണിത്ര കണ്ണുകടി? നിനക്ക് എന്താണിത്ര കണ്ണുകടി? വാട്ട് ആർ യു സോ എൻവിയസ്? വാട്ട് ആർ യു സോ എൻവിയസ്? നിനക്ക് എന്താണ് ഇത്ര കണ്ണുകടി? നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഹൂ ഡു യു തിങ്ക് യു ആർ? നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം. അതുപോലെ തന്നെ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഡോണ്ട് ട്രൈ ടു ഫ്രൈറ്റൻ മീ. ഡോണ്ട് ട്രൈ ടു ഫ്രൈറ്റൻ മീ. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഒരല്പം സംഭാരമെടുക്കട്ടെ. എങ്ങനെയാണ് ചോദിക്കുക? ലെറ്റ്സ് ഹാവ് സം ബട്ടർ മിൽക്ക്. ലെറ്റ്സ് ഹാവ് സം ബട്ടർ മിൽക്ക്. അല്പം സംഭാരമെടുക്കട്ടെ, അല്ലെങ്കിൽ നമുക്കല്പം സംഭാരം കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട്, അല്പം കപ്പപ്പുഴുക്കെടുക്കട്ടെ. എങ്ങനെയാണത് ചോദിക്കുക? ലെറ്റ്സ് ഹാവ് സം മഷാഡ് പേസ്റ്റ് ഓഫ് കസാവ. അല്പം കപ്പപ്പുഴുക്ക് എടുക്കട്ടെ, അല്ലെങ്കിൽ അല്പം കപ്പപ്പുഴുക്ക് നമുക്ക് കഴിക്കാം. അതുപോലെ മോര് താളിച്ചതുണ്ടോ എന്ന് വെച്ചാൽ മോരിൽ കടുകൊക്കെ വറുത്ത് പാകപ്പെടുത്തി എടുക്കുന്നതിനെയാണ് താളിക്കുക എന്ന് പറയുന്നത്. മോര് താളിച്ചതുണ്ടോ? ഈസ് ദെയർ ബട്ടർ മിൽക്ക് സീസണിങ്? ഈസ് ദെയർ ബട്ടർ മിൽക്ക് സീസണിങ്? മോര് താളിച്ചതുണ്ടോ? അതുപോലെ തന്നെ കറിക്ക് കടുക് വറുത്തോ, അല്ലെങ്കിൽ കറി താളിച്ചോ? എങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് യു സീസൺ ദ കറി? ഡിഡ് യു സീസൺ ദ കറി? നിങ്ങൾ കറിയിൽ കടുക് വറുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ കറി താളിച്ചോ? ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കും, അരി അടുപ്പത്ത് വെച്ചോ എന്ന് വെച്ചാൽ അരി വേവാൻ വെച്ചോ എന്നാണ് ചോദിക്കുന്നത്. അരി കലത്തിൽ വേവാൻ വെച്ചോ എന്നാണ് ചോദിക്കുന്നത്. അരി അടുപ്പത്ത് വെച്ചോ. പുട്ട് ദ റൈസ് ഇൻ ദ ഓവൻ. പുട്ട് ദ റൈസ് ഇൻ ദ ഓവൻ. അരി അടുപ്പത്ത് വെച്ചോ. അതല്ലെങ്കിൽ ഡിഡ് യു പുട്ട് ദ റൈസ് അറ്റ് ദ ഫയർ? ഡിഡ് യു പുട്ട് ദ റൈസ് അറ്റ് ദ ഫയർ? അരി അടുപ്പത്ത് വെച്ചോ. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കും, അരി അടുപ്പത്തു നിന്ന് വാങ്ങിയോ? അരി വെന്തതിന് ശേഷം വാങ്ങിയോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഡിഡ് യു ടേക്ക് ദ റൈസ് ഔട്ട് ഓഫ് ദ ഓവൻ? ഡിഡ് യു ടേക്ക് ദ റൈസ് ഔട്ട് ഓഫ് ദ ഓവൻ? അരി അടുപ്പത്തു നിന്ന് വാങ്ങിയോ? മറ്റൊന്നാണ്, ഈ തേങ്ങയൊന്ന് പൊതിച്ചു തരാമോ? മിക്കപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളതാണ്. വിൽ യു അൺഹസ്ക് ദിസ് കോക്കനട്ട്? ഈ തേങ്ങയൊന്ന് പൊതിച്ചു തരാമോ? വിൽ യു അൺഹസ്ക് ദിസ് കോക്കനട്ട്? ലാസ്റ്റ് വൺ, ഈ മാവൊന്ന് കുഴച്ചു തരാമോ? മാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോതമ്പ് മാവ്, അല്ലെങ്കിൽ മൈദാ മാവ്, അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ് അത് ചോദിക്കുക? ക്യാൻ യു നീഡ് ദിസ് ഫ്ലോർ? ക്യാൻ യു നീഡ് ദിസ് ഫ്ലോർ? ഈ മാവൊന്ന് കുഴച്ചു തരാമോ? അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, അറിഞ്ഞിരിക്കുക, അത് നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.